ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് കൂടി ചേരുന്നുണ്ട്. ശ്രീ സി വി വർഗീസ്, CPIഎമ്മിന്റെ നിയന്ത്രണത്തിലുള്ള ബാങ്കിനു മുന്നിൽ ആണ് ഒരു നിക്ഷേപകൻ ജീവനൊടുക്കേണ്ടി വരുന്നത്. ആത്മഹത്യാക്കുറിപ്പിലടക്കം ഈ ബാങ്കിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. തന്റെ നിക്ഷേപം തിരികെ ചോദിച്ചപ്പോൾ താൻ അപമാനിതനായി എന്നാണ് പറയുന്നത്. ഇത്തരത്തിലാണോ സൊസൈറ്റികൾ നിക്ഷേപകനോട് ഇടപെടേണ്ടത്? ഒന്നതിനകത്ത് ഇപ്പൊ റോയി കെ പൗലോസ് പറഞ്ഞതിനകത്ത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ്. മരണത്തെ പോലും രാഷ്ട്രീയമായി കാണേണ്ടതില്ല എന്നാണ് CPIഎമ്മിന്റെ അഭിപ്രായം. നമുക്ക് ആ രാഷ്ട്രീയം വിട്ടേക്കാം. സംഭവം ദൗർഭാഗ്യകരമാണ്. UDFന്റെ ഭരണകാലഘട്ടത്തിലിരുന്നതും UDFന്റെ ഭാഗമായി ആ ബാങ്ക് തകർച്ചയിലേക്ക് പോയി. UDFനകത്ത് നിൽക്കുന്ന ഒരു വിഭാഗം ആളുകളുടെ കൂടിയാണ് അവിടെ ഇപ്പൊ LDFന്റെ നേതൃത്വമുള്ള ഭരണ സംവിധാനം പോകുന്നത്. അപ്പൊ അതിനകത്ത് ഏതെങ്കിലും തകർച്ചയിലേക്ക് പോയ ഈ ഒരു ഘട്ടത്തിൽ ഏതാണ്ട് CPIഎമ്മിന്റെ കയ്യിലേക്ക് ഭരണം കിട്ടിയിട്ട് 3 വർഷക്കാലത്തിനടുത്താകുന്നത് മാത്രമാണ് നടക്കുന്നത്. ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഏതായാലും ദൗർഭാഗ്യകരമായ സംഭവമാണ്. സംഭവത്തെ സംബന്ധിച്ച് അന്വേഷിക്കണം. ഞങ്ങൾ അതിനകത്ത് രാഷ്ട്രീയം ഒന്നും കാണുന്നില്ല. അവിടെ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ട് സമഗ്രമായി പോലീസ് അന്വേഷിക്കട്ടെ. അതിനകത്ത് ഏതെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ കുറ്റവാളികളായ ആരുടെങ്കിലും അതിന്റെ ഭാഗത്തിൽ ജീവനക്കാരുടെ ഭാഗത്തു നിന്നോ മറ്റാരുടെയും ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പോരായ്മ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നിയമപരമായി പോലീസ് അന്വേഷിച്ചതിന് ആവശ്യം നടപടി എടുക്കട്ടെ. ആ നടപടിയോടൊന്നും സംബന്ധിച്ചില്ല. ഇതിനകത്ത് ഈ ഒരു ശിക്കാരൻ ആത്മഹത്യ ചെയ്തതിനെ ഞങ്ങൾ രാഷ്ട്രീയമായി കാണുന്നില്ല. തീർച്ചയായിട്ടും ആ കുടുംബാംഗങ്ങളോട് ഞങ്ങൾക്ക് സഹതാപമുണ്ട്. അതിന്റെ അന്വേഷണം നടത്തി ആവശ്യമായ നിലപാട് സ്വീകരിക്കണമെന്ന് മാത്രമേ CPIഎമ്മിന് അഭിപ്രായമുള്ളൂ. ഇക്കാര്യത്തിൽ അവിടെ ജീവിതകാലം മുഴുവൻ ഉണ്ടായിരുന്ന സമ്പാദ്യമാണ് നിക്ഷേപിച്ചിരുന്നത്. അത് തിരികെ ചോദിച്ചപ്പോൾ താൻ അപമാനിതനായി എന്നാണ് പറയുന്നത്. ബാങ്ക് സെക്രട്ടറിക്കെതിരെ അടക്കം ഈ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശമുണ്ട് എന്നുമാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ചികിത്സയ്ക്ക് അന്വേഷിക്കട്ടെ, പോലീസ് അന്വേഷിക്കട്ടെ. ഏതായാലും ആള് മരണപ്പെട്ട സാഹചര്യത്തിൽ പോലീസ് സമഗ്രമായി അന്വേഷിക്കട്ടെ. അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ വരട്ടെ. അതനുസരിച്ചുള്ള നിയമപരമായ നടപടി സ്വീകരിക്കുന്നതിനൊന്നും CPIഎം ഒരിക്കലും തടസ്സമല്ല. ആ രൂപത്തിലുള്ള നിലപാടേ ഈ കാര്യത്തിൽ സ്വീകരിക്കുള്ളൂ. അത് മാത്രവുമല്ലല്ലോ, ഇപ്പോൾ ഇതൊരു നിക്ഷേപകനുണ്ടായ ദുരവസ്ഥയാണെങ്കിൽ മറ്റ് നിക്ഷേപകർക്കും ഇതാകുമോ അവസ്ഥ എന്ന ആശങ്കയുണ്ടാകുമല്ലോ. അതുകൂടി പരിഹരിക്കപ്പെടേണ്ടതില്ല. വരുന്നൊരു കാര്യത്തിൽ അഡ്വാൻസ് ചെയ്ത് പോകേണ്ട കാര്യമില്ലല്ലോ. ഈ ഒന്നായ സംഭവത്തിനോട് സ്ഥിതിപൂർവമായ നിലപാട് സ്വീകരിക്കുക. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലെടുക്കുക. ഭരണസമിതി ആ കാര്യത്തിൽ ജാഗ്രത എടുക്കണം. അവിടെ ഭരണസമിതി ആ കാര്യത്തിൽ ജാഗ്രതയോടെ എടുക്കാനുള്ള നിലപാട് സ്വീകരിക്കുന്നല്ലാതെ നാളെ ഇത് സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടെടുക്കുന്ന ഉണ്ടായ ഗൗരവത്തിന്റെ അടിസ്ഥാനത്തിൽ വിഷയത്തെ കാണാനും അതനുസരിച്ചുള്ള നിലപാട്. അല്ല, നാളെ ഇത് സംഭവിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ശ്രീ സി വി വർഗീസ്, ഇതൊക്കെ ഒരു മനുഷ്യന്റെ ജീവന്റെ വിലയാണുള്ളത്. അവിടെ നിക്ഷേപിക്കുന്ന ആളുകൾക്ക് അവരുടെ പണം തിരികെ ചോദിക്കാനും ഉള്ള അവകാശമുണ്ട്. അത് സ്വാഭാവികമായി ഈ ബാങ്കിലൊക്കെ നിക്ഷേപിക്കുന്നത് ഒരു ആവശ്യം വരുമ്പോൾ ഈ പണം ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണല്ലോ. അപ്പൊ നാളെയും ഇത്തരത്തിൽ ആളുകൾ എത്താം. വ്യത്യസ്ത അഭിപ്രായം ഇല്ലല്ലോ. ഈ സംഭവത്തിനോട് CPIഎമ്മിന് യാതൊരു വിധമായ ന്യായീകരണമില്ല. ഒരാൾ ആത്മഹത്യ ചെയ്യാനിടയായ സാഹചര്യം എന്താണെന്ന് പോലീസ് അന്വേഷിക്കട്ടെ. അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നിലപാട് സ്വീകരിക്കട്ടെ. ഒരു നിക്ഷേപകനും ഒരു നിക്ഷേപകൻ മാത്രമല്ല ഒരാളുകളും ആത്മഹത്യയിലേക്ക് പോകുന്നതിന് പരിഹാരമല്ല എന്നുള്ള അഭിപ്രായമാണ് CPIഎമ്മിനുള്ളത്. അതുകൊണ്ട് ആ കാര്യത്തിൽ ശരിയായ നിലപാട് മാത്രമേ CPIഎം സ്വീകരിക്കുള്ളൂ. അല്ല, ആത്മഹത്യയിലേക്ക് പോകേണ്ട എന്ന് പറയുമ്പോൾ ഇത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് ഈ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. തർക്കമില്ലല്ലോ. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ തർക്കമുണ്ടെങ്കിലല്ലേ കാര്യമുള്ളൂ. ഞങ്ങൾ അതിനെ രാഷ്ട്രീയമായി കാണുന്നില്ല. ആ വിഷയത്തിനകത്ത് കോൺഗ്രസിന്റെ രാഷ്ട്രീയമോ നമുക്ക് താങ്കൾ ഈ പറയുന്ന പോലെ ആ രാഷ്ട്രീയം വിട്ടേക്കോ. ഇനി ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള പരാതികൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതുകൊണ്ടാണല്ലോ പറഞ്ഞ് എന്റെ ശ്രദ്ധയിലില്ല. ഇപ്പൊ ആത്മഹത്യ ചെയ്തതിനെ തുടർന്നാണ് നമ്മുടെ ശ്രദ്ധ വന്നിട്ടുള്ളത്. ദയവായി താങ്കൾ എന്തായാലും തുടരുക ശ്രീ